വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോബൽ പ്രൈസിനെ കുറിച്ചാണ്. അപ്പൊ അതായത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിന് നോബൽ പ്രൈസ്. അപ്പൊ ആദ്യമായിട്ട് നോബൽ പ്രൈസ് ആരാ കൊടുക്കണേ, ആദ്യമായിട്ട് നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയത്, നോബൽ പ്രൈസ് ലഭിച്ച അന്താരാഷ്ട്ര സംഘടനകൾ ഏതൊക്കെയാണ്, നോബൽ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൊക്കെയാണ്, അങ്ങനെ നോബൽ പ്രൈസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുപോലെ തന്നെ 2024 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് അത് ഞാൻ ഇവിടെ പറയില്ല, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ. നോബൽ പ്രൈസിനെ കുറിച്ചാ പറയണേ. അപ്പൊ നമ്മുടെ ആൽഫ്രഡ് നോബൽ, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. അപ്പൊ ഈ ആൽഫ്രഡ് നോബല് 1895 അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് ഒരു വിൽപത്രം എഴുതി തയ്യാറാക്കി. ആ വിൽപത്രത്തിലെ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. 1895 അദ്ദേഹം വിൽപത്രം എഴുതുകയും 1896 ഡിസംബർ 10 ആൽഫ്രഡ് നോബല് അന്തരിക്കുകയും ചെയ്തു. അപ്പോ ഇദ്ദേഹം മരിച്ച ദിവസം, അദ്ദേഹത്തിന്റെ മരണ ദിവസത്ത് ആ ദിവസം ഡിസംബർ 10 നമ്മൾ എന്ത് കൊടുക്കുന്നത്, നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോ 1896 ഇദ്ദേഹം മരിച്ചു, 95 വിൽപത്രം എഴുതുകയൊക്കെ ചെയ്തു വെച്ചാലും 1901 മുതലാണ് നമ്മൾ നോബൽ പ്രൈസ് നൽകി തുടങ്ങിയത്. അങ്ങനെ 1901 മുതൽ നോബൽ പ്രൈസ് കൊടുക്കാണ്. നോബൽ പ്രൈസ് കൊടുക്കാൻ മാത്രം ഇത്രയും അദ്ദേഹത്തിന് സമ്പത്ത് കൈവരാനും അദ്ദേഹം പ്രശസ്തിയാവാനൊക്കെ ഉള്ള കാരണം അദ്ദേഹത്തിന്റെ ഡൈനാമേറ്റ് എന്ന് പറയുന്ന കണ്ടുപിടുത്താണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ആൽഫ്രഡ് നോബൽ ഡൈനാമേറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ആൽഫ്രഡ് നോബൽ ആണ്. അത് ഓർക്കണം കേട്ടോ. ഇനി നോബൽ പ്രൈസ് എന്തൊക്കെയാ പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടണേ? നോബൽ പ്രൈസ് ലഭിക്കുന്ന ആൾക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടും, ഒരു ഡിപ്ലോമ ലഭിക്കും, മോണിറ്ററി ഗ്രാന്റും ഉണ്ട്. ഇത് മൂന്നും കൂടിയതാണ് നോബൽ പ്രൈസ്. ഗോൾഡ് മെഡല്, ഡിപ്ലോമ, മോണിറ്ററി ഗ്രാന്റ്, ഈ മൂന്നും കൂടിയതാണ് ഒരു നോബൽ പ്രൈസ്. അങ്ങനെ നോബൽ പ്രൈസ് 1901 മുതൽ കൊടുക്കാനായിട്ട് തുടങ്ങി. 1901 5 വിഷയങ്ങൾക്കാണ് നോബൽ പ്രൈസ് കൊടുത്തത്. എന്നാൽ നിലവിൽ 6 വിഷയങ്ങൾക്ക് നോബൽ പ്രൈസ് നൽകുന്നുണ്ട്. അപ്പൊ 6ാമത്തെ വിഷയമായ സാമ്പത്തിക ശാസ്ത്രത്തിന് 1969 മുതലാണ് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ആദ്യം 1901 5 വിഷയങ്ങൾക്ക് നോബൽ പ്രൈസ് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെ? ഒന്ന് സമാധാനം, അടുത്തത് സാഹിത്യം, പിന്നെ ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി, വൈദ്യശാസ്ത്രം. അതായത് ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം. അപ്പൊ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം തുടങ്ങി 5 വിഷയങ്ങൾക്കാണ് 1901 നോബൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ജേതാവിനെ ആരാണ് കണ്ടുപിടിക്കണേ? നോർവീജിയൻ നോബൽ കമ്മിറ്റി. അപ്പൊ നോർവീജിയൻ നോബൽ കമ്മിറ്റി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്ക് കൊടുക്കണം എന്ന് അയാളെ കണ്ടുപിടിക്കും. സ്വീഡിഷ് അക്കാദമി ആരാണ്? സ്വീഡിഷ് അക്കാദമി സാഹിത്യത്തിന് ആർക്ക് നോബൽ പ്രൈസ് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്വീഡനിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരാണ് വൈദ്യശാസ്ത്രത്തിന് ആർക്കാ നോബൽ പ്രൈസ് കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കും. എന്നാൽ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിലേക്കുള്ള നോബൽ പ്രൈസ് ജേതാക്കളെ കണ്ടെത്തുന്നത്. അപ്പൊ നോബൽ പ്രൈസ് ജേതാക്കളെ കണ്ടെത്തുന്നതാണ് നമ്മൾ പറഞ്ഞ. സമാധാനത്തിന് നോർവീജിയൻ നോബൽ കമ്മിറ്റി, സാഹിത്യത്തിന് സ്വീഡിഷ് അക്കാദമി, വൈദ്യശാസ്ത്രത്തിന് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീഡൻ, രസതന്ത്രത്തിന് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം. ആദ്യം 1901 സമാധാനം, സാഹിത്യം, വൈദ്യശാസ്ത്രം, രസതന്ത്രം, ഭൗതിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾക്കും 6ാമതായി 1969 മുതൽ സാമ്പത്തിക ശാസ്ത്രത്തിനും നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങി. അങ്ങനെ നിലവിൽ നമ്മൾ എത്ര സബ്ജക്റ്റുകൾക്ക്? 6 സബ്ജക്റ്റുകൾക്ക് നോബൽ പ്രൈസ് കൊടുക്കേണ്ടതെന്ന് ഓർത്തു വെക്കുക. ഇനി 69 നമ്മള് സാമ്പത്തിക ശാസ്ത്രത്തിന് 69 മുതൽ കൊടുത്തു തുടങ്ങി. ആരുടെ നേതൃത്വത്തിലാണ്? സ്വീഡന്റെ നാഷണൽ ബാങ്ക് ആയ റിക്സ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് 1969 മുതൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. അവരുടെ നേതൃത്വത്തിൽ. പക്ഷെ ആരാണ് തീരുമാനിക്കണേ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ആർക്ക് കൊടുക്കണം എന്ന്? റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് തീരുമാനിക്കണേ. അത് നമ്മൾ നേരത്തെ പഠിച്ചു.
അല്ലെ? ഇനി ഒക്ടോബർ, എല്ലാ വർഷവും ഒക്ടോബർ മാസത്തില് നോബൽ പ്രൈസ് പ്രഖ്യാപിക്കും. ഡിസംബർ 10 ആൽഫ്രഡ് നോബൽ അന്തരിച്ച ദിവസം നമ്മൾ അദ്ദേഹത്തിന്റെ ചരമദിനത്തിന് നമ്മൾ നോബൽ പ്രൈസ് കൊടുക്കും. ഇനി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചും ബാക്കി വിഷയങ്ങൾക്കെല്ലാം സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ചും നോബൽ പ്രൈസ് നമ്മൾ കൊടുക്കും. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വിതരണം ചെയ്യുന്നത് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചും ബാക്കി വിഷയങ്ങൾക്ക് സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ചുമാണ് പ്രൈസ് കൊടുക്കുക. ഇനി അടുത്തത് നോബൽ പീസ് പ്രൈസ് ആരാ നൽകുക എന്ന് ചോദിച്ചാൽ നോർവേ രാജാവിന്റെ സാന്നിധ്യത്തിൽ നോർവീജിയൻ നോബൽ കമ്മിറ്റി ചെയർമാൻ ആണ് നോബൽ പീസ് പ്രൈസ് ആരാണോ ജേതാവ് അയാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നോബൽ പീസ് പ്രൈസ് ആരാണ് ജേതാവിന് കൊടുക്കണേ? നോർവേ രാജാവിന്റെ സാന്നിധ്യത്തിൽ നോർവീജിയൻ നോബൽ കമ്മിറ്റി ചെയർമാൻ നൽകുന്നു. ബാക്കി എല്ലാതും കൊടുക്കുന്നത് സ്വീഡന്റെ രാജാവാണ്. ബാക്കി പ്രൈസുകളൊക്കെ സ്വീഡന്റെ രാജാവ് നൽകും. ഇനി സംഘടനകൾക്ക് നോബൽ പ്രൈസ് ലഭിക്കാറുണ്ടോ? ലഭിക്കാറുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് ലഭിക്കുക? അതായത് സമാധാനത്തിന് മാത്രമാണ് സംഘടനകൾക്ക് നോബൽ പ്രൈസ് കൊടുക്കാറുള്ളൂ. പരമാവധി ഒരു വിഷയത്തിൽ എത്ര പേർക്ക് നമുക്ക് നോബൽ പ്രൈസ് കൊടുക്കാം? ഒരു വിഷയത്തിൽ പരമാവധി മൂന്ന് പേർക്കേ നോബൽ പ്രൈസ് കൊടുക്കാറുള്ളൂ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ 2 പേരും 3 പേരൊക്കെ ഒരേ പ്രൈസ് പങ്കിട്ടതായിട്ട് നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? ഇനി ഏറ്റവും കുറവ് പ്രാവശ്യം ഇങ്ങനെ വ്യക്തികൾ പങ്കിട്ടത് സാഹിത്യത്തിനാണ്. സാഹിത്യത്തിന് മിക്കപ്പോഴും നമ്മൾ ഒരാൾക്കേ കണ്ടിട്ടുള്ളൂ, 2 പേരൊക്കെ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ പ്രൈസ് നോബൽ പ്രൈസ് നേടിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് നേടിയ ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് നേടിയ യൂറോപ്യൻ കൺട്രി UK ആണ്. അപ്പൊ യൂറോപ്യൻ കൺട്രി UK, ഏറ്റവും കൂടുതൽ പ്രൈസ് നേടിയത് അമേരിക്ക, ഏറ്റവും കൂടുതൽ പ്രൈസ് നേടിയ ഏഷ്യൻ കൺട്രി ജപ്പാൻ. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടേ? നോബൽ പ്രൈസ് ആദ്യമായിട്ട് ആർക്കൊക്കെ കിട്ടിയെന്ന് പഠിക്കണം. ഫസ്റ്റ് എപ്പോഴും ആദ്യം നേടിയ ആൾക്കാരുടെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ 1901 സാഹിത്യത്തിന് ഫ്രാൻസിലെ സള്ളി പ്രൂദോമിനാണ് ലഭിച്ചത്. 1901 5 വിഷയങ്ങൾക്ക് നമ്മൾ നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതില് സാഹിത്യത്തിന് ആർക്കാ കിട്ടിയേ? ഫ്രാൻസുകാരനാണ് അദ്ദേഹം, സള്ളി പ്രൂദോമാണ്. ആരാണ്? സള്ളി പ്രൂദോം. ഇനി അടുത്തത് സമാധാനത്തിന് ആർക്കാ കിട്ടിയേ? സ്വിറ്റ്സർലൻഡുകാരനായ ഹെൻറി ഡ്യുനാന്റിനാണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് സമാധാനത്തിന് ഒരാളും കൂടി നോബൽ പ്രൈസ് പങ്കിടുണ്ടായി, ഹെൻറി ഡ്യുനാന്റും ഫ്രാൻസുകാരനായ ഫ്രെഡറിക് പാസിയും. അപ്പൊ അന്ന് തന്നെ ഫ്രാൻസിന് 2 പോയില്ലേ? അപ്പൊ സ്വിറ്റ്സർലൻഡുകാരനായ ഹെൻറി ഡ്യുനാന്റും ഫ്രാൻസുകാരനായ ഫ്രെഡറിക് പാസിയും ചേർന്ന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് 1901 ആദ്യത്തെ നോബൽ പ്രൈസ് പങ്കിട്ടു. സാഹിത്യത്തിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് ഫ്രാൻസുകാരനായ സള്ളി പ്രൂദോം നേടി. ഫിസിക്സിന് നോബൽ പ്രൈസ് ആര് നേടി? ഫിസിക്സിന് നേടിയത് ജർമ്മൻകാരനായ വില്യം റോഞ്ചനാണ്. എക്സ്റേ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? നോബൽ പ്രൈസ് ലഭിക്കണേ. അപ്പോ ഫിസിക്സിന് വില്യം റോഞ്ചൻ. കെമിസ്ട്രി റഷ്യക്കാരനായ വാൻഡ് ഹോഫ് ആണ് കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ രസതന്ത്രത്തിന് ആദ്യത്തെ നോബൽ പ്രൈസ് നേടിയത്. നെക്സ്റ്റ് വൺ, വൈദ്യശാസ്ത്രത്തിന് ആദ്യത്തെ നോബൽ പ്രൈസ് ആരാ നേടിയതെന്ന് ചോദിച്ചാൽ എമിൽ വോൺ ബെറിംഗ്, ജർമ്മൻകാരനായ എമിൽ വോൺ ബെറിംഗ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് പഠിക്കണം. സാഹിത്യത്തിന് 1901 ആദ്യമായി നോബൽ പ്രൈസ് നേടിയത് സള്ളി പ്രൂദോം. അടുത്തത് സമാധാനത്തിന് 2 വ്യക്തികൾ നോബൽ പ്രൈസ് പങ്കിടേണ്ടായി. ഒന്ന് ഹെൻറി ഡ്യുനാന്റും അടുത്തത് ഫ്രെഡറിക് പാസിയുമാണ്. അടുത്തത് ഫിസിക്സിന് അഥവാ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയത് വില്യം റോഞ്ചൻ. എക്സ്റേ കണ്ടുപിടുത്തം വില്യം റോഞ്ചൻ. കെമിസ്ട്രി അഥവാ രസതന്ത്രത്തിന് വാൻഡ് ഹോഫ്, റഷ്യക്കാരനായ വാൻഡ് ഹോഫ്. വൈദ്യശാസ്ത്രത്തിന് എമിൽ വോൺ ബെയറിംഗ്. ഇനി 1901 അങ്ങനെ നമ്മൾ 5 വിഷയങ്ങൾക്ക് നോബൽ പ്രൈസ് കൊടുത്തു. 69 ആയപ്പോ നമ്മള്
ആദ്യമായിട്ട് എക്കണോമിക്സിനും കൊടുത്തു. അപ്പൊ ആദ്യമായിട്ട് ഇക്കണോമിക്സിന് ആരാ നോബൽ പ്രൈസ് നേടിയതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ അത് പങ്കിട്ടു. ആദ്യം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടി കൊടുത്ത വർഷം എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായി നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1969 കേട്ടോ. അത് ആദ്യമായി നേടിയ വനിതയെ കുറിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി നേടിയവർ ആരെന്നുള്ളത് ആ സമയത്തും ചോദിക്കാറുണ്ട്. ചോദിച്ചത് ആരൊക്കെയാണ് നേടിയത്? റാഗ്നർ ഫിഷും ജാൻറ്റിൻ ബർഗനുമാണ്. റാഗ്നർ ഫിഷും ജാൻറ്റിൻ ബർഗനുമാണ് ട്ടോ. അപ്പോ നോർവേക്കാരനായ റാഗ്നർ ഫിഷും നെതർലൻഡുകാരനായ ജാൻറ്റിൻ ബർഗനും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് 1969 നേടി. അതിന്റെ ഒപ്പം ഒരെണ്ണം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് നേടിയ വനിത എലിനോർ ഓസ്ട്രോം. എലിനോർ ഓസ്ട്രോം ആരാണ്? എലിനോർ ഓസ്ട്രോം. ക്ലിയർ ആണ് അല്ലേ? ഇനി അടുത്ത അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് നോബൽ പ്രൈസ് സാഹിത്യത്തിന് സള്ളി പ്രൂദോം, ഫിസിക്സിന് വില്യം റോഞ്ചൻ, കെമിസ്ട്രിക്ക് വാൻഡഹോഫ്, വൈദ്യശാസ്ത്രത്തിന് എമിൽ വോൺ ബെറിംഗ്, സമാധാനത്തിന് ഹെൻറി ഡ്യുനാന്റ്, ഫ്രെഡറിക് പാസി. 1969 മുതൽ ആദ്യമായിട്ട് നമ്മള് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കൊടുത്തു. അത് നേടിയത് റാഗ്നർ ഫിഷും ജാൻറ്റിൻ ബർഗനുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയ ആദ്യ വനിത എലിനോർ ഓസ്ട്രോം ആണ്. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, താഴെ പറയുന്നവയിൽ നോബൽ പ്രൈസ് നേടിയ അന്താരാഷ്ട്ര സംഘടന ഏത്? അല്ലാണ്ട് അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്കാണ് നോബൽ പ്രൈസ് ലഭിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട നോബൽ പ്രൈസ് ലഭിച്ച കുറച്ച് സംഘടനകളുടെ പേരും കൂടെ നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. അപ്പോ നമ്മൾ ആദ്യമായിട്ട് നോബൽ പ്രൈസ് നേടിയ സംഘടനയുടെ പേര് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോ. 1901 നോബൽ പ്രൈസ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയ സമാധാനത്തിന്? 1904 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോ ആദ്യത്തെ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് നേടി. ആദ്യത്തെ സമാധാനത്തിന് നോബൽ പ്രൈസ് ആരാ നേടിയേ? 1904 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോ. അടുത്തത് ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ അന്താരാഷ്ട്ര സംഘടനയുടെ പേര് റെഡ് ക്രോസ് എന്നാണ്. റെഡ് ക്രോസ്. നമ്മൾ നേരത്തെ ആദ്യമായിട്ട് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തി ഹെൻറി ഡ്യുനാന്റ് ആണെന്ന് പഠിച്ചില്ലേ? ഈ ഹെൻറി ഡ്യുനാന്റ് ആണ് റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കണം. അപ്പൊ സംഘടനയുടെ സ്ഥാപകനും സംഘടനയ്ക്കും നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഇല്ലേ? സംഘടനയുടെ സ്ഥാപകനായ ഹെൻറി ഡ്യുനാന്റിന് ആദ്യത്തെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. സംഘടനയ്ക്ക് 3 തവണ 1917, 1944, 1963 ഈ വർഷങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാ കിട്ടിയെന്നുള്ളത്? 1917, 1944, 1963 3 തവണ റെഡ് ക്രോസിന് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടാണ്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, ലോക തൊഴിലാളി ദിനം മെയ് 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ UNHCR, യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസ്. യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസ് അഭയാർത്ഥി സംഘടന. അപ്പൊ ലോകത്ത് എന്താ പറയാ, യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അഭയാർത്ഥികളൊക്കെ ഉണ്ടാവില്ലേ, അവരെ സഹായിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് UNO രൂപീകരിച്ച ഒരു സംഘടനയാണ് UNHCR, UNOന്റെ ഒരു അനുബന്ധ സംഘടന. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് UNCF. പിന്നെ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. എന്താണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. പിന്നെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, IAEA എന്ന് നമ്മൾ ചുരുക്കി പറയും, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. അടുത്തൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സംഘടന യൂറോപ്യൻ യൂണിയൻ. ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. പിന്നെ നേടിയിട്ടുള്ള ഒരു സംഘടന ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. 2006 ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും അതിന്റെ സ്ഥാപകനായ മുഹമ്മദ് യൂനസിനും രണ്ടുപേർക്ക് 2006 സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടി. അപ്പൊ സംഘടനയ്ക്കും സ്ഥാപകനും അല്ലെ രണ്ടുപേര്. ഇപ്പൊ സംഘടനയ്ക്ക് സ്ഥാപകനും റെഡ് ക്രോസിനും ഹെൻറി ഡ്യുനാന്റിനും കിട്ടി. പക്ഷെ രണ്ട് സമയത്താണ് കിട്ടി. ഹെൻറി ഡ്യുനാന്റിന് ആദ്യം കിട്ടി, പിന്നെയാണ് റെഡ് ക്രോസിന് 3 തവണ കിട്ടുന്നത്. പക്ഷെ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനായ മുഹമ്മദ് യൂനസിനും 2006 ഒരുമിച്ച് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിക്കേണ്ടായി. അത് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏറ്റവും നമ്മുടെ പ്രധാന അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന UNO യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന് 2001 നോബൽ പ്രൈസ് കിട്ടി. അപ്പൊ അതിന്റെ ഒപ്പം വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 2001 UNOക്ക് നോബൽ പ്രൈസ് കിട്ടിയപ്പോ അന്ന് UN ജനറൽ സെക്രട്ടറി ആയിരുന്ന കോഫി അന്നന് നോബൽ പ്രൈസ് കിട്ടി.
സമാധാനത്തിന്. മനസ്സിലായോ? അപ്പൊ 2001 UN നോക്കിയും UN സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നനും രണ്ടുപേർക്കും എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി എന്ന് ഓർക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് UN സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള കോഫി അന്നൻ 2001 നോബൽ പ്രൈസ് നേടിയ ആളാണെങ്കിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് നേടിയ UN സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ ഡാഗ് ഹാമർ ഷോൾഡ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചു. പക്ഷെ അത് വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹം വിമാന അപകടത്തിൽ മരിക്കുകയാണ് കേട്ടോ. അപ്പോ ഡാഗ് ഹാമർ ഷോൾഡ്, അത് ഓർക്കുക. അപ്പൊ ഒന്നും കൂടി ഞാൻ സംഘടനകൾ ഇനി ഒരു സംഘടനയും കൂടി ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് വീണ്ടും പറയാം. 2024 നമ്മുടെ കഴിഞ്ഞ വർഷം ആർക്കാണ്? നിഹോൻ ഹിഡാൻ കിയോ എന്ന ജപ്പാനീസ് സംഘടനയ്ക്ക് എന്ത് ലഭിച്ചു? നോബൽ പീസ് പ്രൈസ് ലഭിച്ചു. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയില്ല, കാരണം കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ നോബൽ പ്രൈസ് കിട്ടിയ സമയത്ത് ഡിസംബർ 10 പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി അത് വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പൊ ഏതൊക്കെ സംഘടനയ്ക്ക് കിട്ടി? റെഡ് ക്രോസിന് കിട്ടി. റെഡ് ക്രോസിന് 3 തവണ 1917, 44, 1963. റെഡ് ക്രോസിന് കിട്ടിയ പോലെ തന്നെ റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആർക്ക് കിട്ടി? ഹെൻറി ഡ്യുനാന്റിന് കിട്ടിയത് ആദ്യം 1901. പിന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസ്, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട്, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്, നിഹോൻ ഹിഡാൻകോ എന്നീ സംഘടനകൾക്കൊക്കെ ലഭിക്കുകയുണ്ടായി. UNOക്ക് ലഭിച്ച വർഷം ഓർക്കണം, 2001. കോഫി അന്നനും 2001. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന് ലഭിച്ച വർഷം ഓർക്കണം, പരീക്ഷയ്ക്ക് പലപ്പോഴും എടുത്തു ചോദിക്കാറുണ്ട്. 2006. ആ സമയത്ത് തന്നെ മുഹമ്മദ് യൂനസിനും കിട്ടി. ഇനി റെഡ് ക്രോസിന്റെ 3 വർഷം ഓർക്കുക. പിന്നെ ഏറ്റവും അവസാനം 2024 ലഭിച്ച നിഹോൻ ഹിഡാൻകോ എന്ന് പറയുന്ന സംഘടനയുടെ വർഷവും കൂടി ഓർക്കുക. ഇത്രയാണ് സംഘടനകൾ. ഇനി അടുത്തത് ഇന്ത്യക്കാർക്ക് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ഇന്ത്യക്കാർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത് എന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ, നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ എന്നൊക്കെ ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരേ ഉള്ളൂ, അത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. 1913 ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ബംഗാളി ഭാഷയിലുള്ള കൃതിയായ ഗീതാഞ്ജലിക്കാണ് ലഭിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ, സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ. ടാഗോറിന് നോബൽ പ്രൈസ് ലഭിച്ച വർഷം 1913. സാഹിത്യത്തിന് ഗീതാഞ്ജലിക്ക് ബംഗാളി ഭാഷ. ഇനി അടുത്തത് രാമൻ ഇഫക്റ്റിന് CV രാമന് ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിൽ 1930. ഇന്ത്യക്കാർക്ക് ലഭിച്ച വർഷങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചെന്നേ നിവൃത്തിയുള്ളൂ, അത് പഠിക്കണം. 1930 ഭൗതിക ശാസ്ത്രത്തിന് CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടുത്തത്തിനാണ്. കൂടാതെ ഇദ്ദേഹത്തിന് 1954 ഭാരതരത്നവും കിട്ടിയിട്ടുണ്ട്. ആർക്ക്? CV രാമന് കേട്ടോ. 1968 വൈദ്യശാസ്ത്രത്തിന് ഹർഗോവിന്ദ് ഖുറാനയ്ക്ക്. 1968 വൈദ്യശാസ്ത്രത്തിന് ഹർഗോവിന്ദ് ഖുറാനയ്ക്ക്. 1979 സമാധാനത്തിന് മദർ തെരേസയ്ക്ക്. ഒരേ ഒരു ലേഡിക്കേ കിട്ടിയിട്ടുള്ളൂ. 1979 സമാധാനത്തിന് മദർ തെരേസയ്ക്ക്. 1979 സമാധാനത്തിന് മദർ തെരേസയ്ക്ക്. അവർക്ക് 1980 ഭാരതരത്നം ലഭിക്കേണ്ടായി. 1980 കേട്ടോ. ഇനി ഫിസിക്സിന് വീണ്ടും 1983 സുബ്രഹ്മണ്യം ചന്ദ്രശേഖരന്. 1983 ഫിസിക്സിന് സുബ്രഹ്മണ്യം ചന്ദ്രശേഖരന്. നെക്സ്റ്റ് വൺ 1998 അമർത്യ സെന്നിന് ഇക്കണോമിക്സിന്. 1998 അമർത്യ സെന്നിന് ഇക്കണോമിക്സിന്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, 2 രീതിയിൽ ചോദിക്കാം. അതായത് ഇക്കണോമിക്സ് നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ, പ്ലസ് ഇതൊക്കെ കൂടാതെ പരീക്ഷയ്ക്ക് ചോദിച്ച കുട്ടികളെ കുഴക്കുന്നൊരു ചോദ്യമായിരുന്നു, ഏത് ഇക്കണോമിക്സിനാണ് അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ ഏത് വിഭാഗത്തിനാണ് നമ്മുടെ അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിച്ചു എന്ന് ചോദിച്ചു. ഇക്കണോമിക്സിന്റെ വിഭാഗങ്ങൾ വകഭേദങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഒന്ന് വിഷമിച്ചു. വെൽഫെയർ ഇക്കണോമിക്സിനാണ് അദ്ദേഹത്തിന് കിട്ടിയത് കേട്ടോ.
എന്തിനാ കിട്ടിയേ? വെൽഫെയർ ഇക്കണോമിക്സിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് കേട്ടോ. ഇനി അടുത്തത് കെമിസ്ട്രിക്ക് 2009 വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. കെമിസ്ട്രിക്ക് 2009 വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ നോബൽ പ്രൈസ് നേടി. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയോ? സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് നോബൽ പ്രൈസ് നേടിയ ആദ്യ വ്യക്തിയാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. അപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അദ്ദേഹം ജനിച്ചേക്കണേ അല്ലെ. അതിനുശേഷം ജനിച്ച് നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആളാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. ഈ 2014 നമ്മളെ സമാധാനത്തിന് വീണ്ടും ഇന്ത്യയെ തേടിയെത്തി കൈലാഷ് സത്യാർത്ഥിക്കാണ് 2014 നോബൽ പ്രൈസ് നേടിയത്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയുടെ പേര് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് കൈലാഷ് സത്യാർത്ഥിയാണ്. ആ സംഘടന നിലവിൽ വന്നത് 1980-ലാണ്. നമ്മൾ പറഞ്ഞു 2-3 ആൾക്കാരൊക്കെ നോബൽ പ്രൈസ് പങ്കിടാറുണ്ട്. അങ്ങനെ കൈലാഷ് സത്യാർത്ഥിയുടെ കൂടെ 2014 നോബൽ പ്രൈസ് പങ്കിട്ടത് ഒരു ചെറിയ ലേഡിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ പ്രൈസ് വിന്നറാണ്. പാകിസ്ഥാൻകാരിയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ, മലാല യൂസഫ്സായി അല്ലെ. മലാല യൂസഫ്സായിക്കും 2014 നോബൽ പ്രൈസ് കിട്ടിട്ടോ. അപ്പൊ അതും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇന്ത്യക്കാരെ ക്ലിയർ ആയല്ലോ. ടാഗോറിന് 1913 സാഹിത്യത്തിന് ഗീതാഞ്ജലി അല്ലെ, ഗീതാഞ്ജലി ബംഗാളി കൃതി. ആദ്യ ഏഷ്യക്കാരൻ നോബൽ പ്രൈസ് ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ, ആദ്യ ഇന്ത്യക്കാരൻ ടാഗോർ. CV രാമന് രാമൻ ഇഫക്റ്റിന് 1930 ഫിസിക്സിന്, അദ്ദേഹത്തിന് 1954 ഭാരതരത്നവും കിട്ടി. ഹർഗോവിന്ദ് ഖുറാനയ്ക്ക് 1968 വൈദ്യശാസ്ത്രത്തിന്, മദർ തെരേസയ്ക്ക് 1979 സമാധാനത്തിന്, അവർക്ക് 1980 ഭാരതരത്നം ലഭിച്ചു. സുബ്രഹ്മണ്യം ചന്ദ്രശേഖരന് 1983 ഫിസിക്സിന്, അമർത്യ സെന്നിന് 1998 വെൽഫെയർ ഇക്കണോമിക്സിന് നോബൽ പ്രൈസ് നേടുന്ന ആദ്യ ഏഷ്യക്കാരനും അമർത്യ സെന്നാണ്. നെക്സ്റ്റ് വൺ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ 2009 കെമിസ്ട്രിക്ക്, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് നോബൽ പ്രൈസ് നേടിയ ആദ്യ വ്യക്തി വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. നെക്സ്റ്റ് വൺ കൈലാഷ് സത്യാർത്ഥി 2014 സമാധാനത്തിന്, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സംഘടനയുടെ പേര് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അദ്ദേഹം ആ സംഘടന രൂപീകരിച്ചത് 1980. കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം 2014 സമാധാനത്തിന് നോബൽ പ്രൈസ് പങ്കിട്ട ലേഡിയാണ് മലാല യൂസഫ്സായി. അവര് എവിടുത്തുകാരിയാണ്? പാകിസ്ഥാൻകാരിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ പ്രൈസ് ജേതാവ് കൂടിയാണ്. ഇനി ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൾക്കാരും ഈ നോബൽ പ്രൈസ് തമ്മിൽ കണക്റ്റഡ് ആണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് 1923 നോബൽ പ്രൈസ് നേടിയ ഫ്രെഡറിക് ബാൻഡിങ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമില്ലേ? ആരദ്ദേഹം? ഇൻസുലിൻ കണ്ടുപിടിച്ചു. അപ്പൊ ചോദിക്കാറുണ്ട്, ഇൻസുലിൻ കണ്ടുപിടുത്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ഫ്രെഡറിക് ബാൻഡിങ് ആണ്. 1923 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ്. 1924 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വില്യം എന്തോവൻ ECG കണ്ടുപിടുത്തം. അപ്പൊ ECG കണ്ടുപിടിച്ച 1924 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് വില്യം എന്തോവൻ. 1908 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച പോൾ എറിക്സന്റെ കണ്ടുപിടുത്തമാണ് കീമോതെറാപ്പി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 1908 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച പോൾ എറിക്സന്റെ കണ്ടുപിടുത്തം കീമോതെറാപ്പി. അടുത്തത് അതിനേക്കാൾ പ്രധാനം, എത്രയോ പ്രാവശ്യം PSC ചോദിച്ചും അടുത്ത ചോദ്യം. 1908 തന്നെ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ഏണസ്റ്റ് റൂദർഫോർഡിന്റെ കണ്ടുപിടുത്തം, പ്രധാന കണ്ടുപിടുത്തം പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര് അല്ലെ? പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ? ഏണസ്റ്റ് റൂദർഫോർഡ്. 1935 ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിച്ച ജെയിംസ് ചാഡ്വിക്കിന്റെ കണ്ടുപിടുത്തം ന്യൂട്രോൺ. ഇത് നമുക്കറിയാം അല്ലെ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് ചാഡ്വിക്. ചോദിക്കാറുണ്ട്. 1944 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ഓട്ടോ ഹാൻ. ആരാണ്? ഓട്ടോ ഹാൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന തത്വം കണ്ടുപിടിച്ചത്. അതും ചോദിക്കാറുണ്ട്. 44 റെഡ് ക്രോസിന് കിട്ടിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നും കൂടെ പറയാം, കണ്ടുപിടുത്തങ്ങളും വ്യക്തികളും അല്ലെ. ഇൻസുലിൻ കണ്ടുപിടിച്ച വ്യക്തി ഫ്രെഡറിക് G. ബാൻഡിങ്. അപ്പൊ 1923 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ഫ്രെഡറിക് G. ബാൻഡിങ്ങിന്റെ കണ്ടുപിടുത്തമാണ് ഇൻസുലിൻ. 1924 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വില്യം എന്തോവന്റെ കണ്ടുപിടുത്തം ECG. ഇനി 1908 വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച പോൾ എറിക്സന്റെ കണ്ടുപിടുത്തം
കീമോതെറാപ്പി. 1908 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ഏണസ്റ്റ് റൂദർഫോർഡിന്റെ കണ്ടുപിടുത്തം പ്രോട്ടോൺ. 1935 ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിച്ച ജെയിംസ് ചാഡ്വിക്കിന്റെ കണ്ടുപിടുത്തം ന്യൂട്രോൺ. 1944 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച ഓട്ടോ ഹാന്റെ കണ്ടുപിടുത്തം ന്യൂക്ലിയർ ഫിഷൻ. ഇനി ഈ നോബൽ പ്രൈസിനും ചില അപരനാമങ്ങൾ ഉണ്ട് കേട്ടോ. മാത്സ് നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത്? മാത്തമാറ്റിക്സിലെ നോബൽ പ്രൈസ് ഏതാണ്? ഏബൽ പ്രൈസ്. ഏതാണ്? ഏബൽ പ്രൈസ്. ഏബൽ പ്രൈസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏബൽ പ്രൈസ്. കമ്പ്യൂട്ടർ സയൻസിന്റെ നോബൽ പ്രൈസ് ഏതാണ്? ട്യൂറിംഗ് അവാർഡ്. കമ്പ്യൂട്ടർ സയൻസിൽ നോബൽ പ്രൈസ് ട്യൂറിംഗ് അവാർഡ്. ലിറ്റിൽ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത്? യുനെസ്കോ പീസ് പ്രൈസ്. ലിറ്റിൽ നോബൽ പ്രൈസ് യുനെസ്കോ പീസ് പ്രൈസ്. ഏഷ്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മാക്സസെ അവാർഡ്. ഏഷ്യൻ നോബൽ പ്രൈസ് മാക്സസെ. അപ്പൊ നമ്മൾ ഒരു കാര്യം വിട്ടു. 1962 മാക്സസെ പ്രൈസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? മദർ തെരേസയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഭാരതരത്നം, നോബൽ പ്രൈസ്, ഏഷ്യൻ നോബൽ പ്രൈസ് ആയ മാക്സസെ ഒക്കെ ആരെ തേടിയെത്തിയിട്ടുണ്ട്? മദർ തെരേസയെ തേടിയെത്തിയിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തത് അമേരിക്കൻ നോബൽ പ്രൈസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലാസ്കർ അവാർഡ്. അമേരിക്കൻ നോബൽ പ്രൈസ് ലാസ്കർ അവാർഡ്. സംഗീതത്തിന്റെ നോബൽ പ്രൈസ് ഇത് കേൾക്കാത്തവരുണ്ടാവില്ല. കേൾക്കാത്തവരുണ്ടെങ്കിൽ അടി കിട്ടണം. ഏതാണ് പ്രൈസ്? ഗ്രാമി. ഏതാ? ഗ്രാമി. പരിസ്ഥിതിക്കുള്ളതോ? പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന അവാർഡിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നോബൽ പ്രൈസ് എന്നാ വിളിക്കുക. ഗോൾഡ്മാൻ പ്രൈസ്. എന്താണ് ഗോൾഡ്മാൻ? ഒന്നും കൂടെ പറഞ്ഞാലോ? മാത്സിന്റെ നോബൽ ഏബൽ. കമ്പ്യൂട്ടർ സയൻസിന്റെ നോബൽ ട്യൂറിംഗ് അവാർഡ്. ലിറ്റിൽ നോബൽ യുനെസ്കോ പീസ് പ്രൈസ്. ഏഷ്യൻ നോബൽ മാക്സസെ. അപ്പൊ മദർ തെരേസയ്ക്ക് 62 മാക്സസെ. അമേരിക്കൻ നോബൽ ലാസ്കർ പ്രൈസ്. സംഗീത നോബൽ ഗ്രാമി. പരിസ്ഥിതി സംരക്ഷണ നോബൽ ഗോൾഡ്മാൻ പ്രൈസ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇനിയുണ്ട് ധാരാളം കാര്യങ്ങൾ പറയാൻ. ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, കുറച്ചും കൂടി വേണം മിസ്സേ ഇനിയും ഉള്ളിലേക്ക് പോയി പറയണം എന്ന് പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇതിന്റെ അടുത്ത ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പഠിക്കാൻ വെച്ചാൽ കുറെ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും നോബൽ പ്രൈസിൽ പഠിക്കാനുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട അത്യാവശ്യത്തിനുള്ള കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.